അപ്പോൾ നമ്മുടെ അടിപൊളി ക്രീമി സ്വീറ്റ് കോൺ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ട് കേട്ടോ. ഇങ്ങനെ കഴിക്കാനാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള രുചിയാണ്. ഇത് ഇങ്ങനെയെങ്കിലും ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. കണ്ടില്ലേ, ഭയങ്കര നല്ല ക്രീമി ആയിട്ടുള്ള മസാലയുടെയൊക്കെ ടേസ്റ്റും വെജിറ്റബിൾസും എല്ലാം കൂടെ സ്വീറ്റ് കോണിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുക. ഹായ്, നമസ്കാരം. വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ ഫാമിലി. അപ്പോൾ ഞാനിന്ന് ചോളം കൊണ്ടൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകട്ടോ. മസാല ചോളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ഞാൻ ചോളം മസാല എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ ഈ ചോളം ഇങ്ങനെ നമ്മൾ പുഴുങ്ങി ചുമ്മാ കഴിക്കുന്നതിനെക്കാട്ടി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്രിപ്പറേഷനാണ്. അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യാം. അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ 2 ചോളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചോളം ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇത് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. ഇപ്പോൾ 2 ദിവസം ആയതുകൊണ്ടാണ് ഒന്ന് ഡ്രൈ ആയി അതിൻ്റെ അകത്തൊക്കെ നല്ല ഫ്രഷായിട്ട് ഇരിക്കുക. ഈ ചോളം ഇങ്ങനെ പൊളിച്ചെടുക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചോളം ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതായത് എന്താ പറയണ്ടേ, ചോളം തിന്നുന്നതും അത് റെഡിയാക്കുന്നതും എല്ലാം ഭയങ്കര ഇഷ്ടം. നല്ല ചോളമാണ്, നല്ല അന്നന്തരം ചോളം. ഇവിടെ ഞാൻ പല കളറിലെ ചോളം ഉണ്ട്. ഇത് ഞാൻ കണ്ടിട്ടില്ല, ഇത് യൂട്യൂബിൽ കണ്ട. അപ്പോൾ നമ്മളിതുപോലെ ചോളം എല്ലാം ഇതുപോലെ 2ആയിട്ട്, എനിക്കന്ന് എന്താ പറയുക, പുഴുങ്ങാനുള്ള സൗകര്യത്തിന് ഞാൻ 2ആയിട്ട് അങ്ങ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ചെറിയ കുക്കറിന് എടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. കുക്കറിൽ വെച്ച് കുറച്ച് ഉപ്പ് ഇട്ട് പുഴുങ്ങാം. അപ്പോൾ നല്ല രുചിയായിരിക്കും. പുഴുങ്ങുമ്പോൾ ഒരു 4-5 വിസിലിട്ട് പുഴുങ്ങണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ചോളം, നന്നായിട്ട് അങ്ങ് വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അത് ഞാൻ ചുമ്മാ അതിങ്ങനെ അങ്ങ് എടുക്കാറാണ് മതി കേട്ടോ. എനിക്ക് അതിൻ്റെ എന്താ പറയണ്ടേ, അതിൻ്റെ ഉപകരണമൊന്നുമില്ല. ചിലരുടെ ഞാൻ കണ്ടിട്ടുണ്ട് അത് എടുക്കുന്ന ഒരു മെഷീൻ എന്താ കൈകൊണ്ട് ഇങ്ങനെ വെക്കുന്നതാണ്. പക്ഷേ എൻ്റെ കയ്യിലൊന്നുമില്ല. കൈകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് എടുക്കാൻ പോവാണ്. ചോളമെല്ലാം ഇവിടെ ഇതുപോലെ അടർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഐറ്റംസ് ഉണ്ടല്ലോ, ഉള്ളി, ഇത് കുക്കുംബർ, ക്യാരറ്റ്, ഒരു തക്കാളി, ഇത്രയും കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഉള്ളി, കുക്കുംബർ, ക്യാരറ്റ്, തക്കാളി, വേണമെങ്കിൽ ഇച്ചിരി പച്ചമുളക് ഇടാം. ഇത്രയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പച്ചമുളക് ഇട്ടിട്ടില്ല. ഇതിനകത്തോട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചോളം ഇടാം. ആവശ്യത്തിന് ചോളം ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനകത്തോട്ട് നമ്മൾ ഇനി ഒഴിക്കാൻ പോകുന്നത് കുറച്ച് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ കെച്ചപ്പ്, ടൊമാറ്റോ സോസ് ഒഴിച്ചു. ഇത് നല്ല ക്രീമി സ്വീറ്റ് കോണാണ്. ഭയങ്കര രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ. നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് മയോണൈസാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്താ ടേസ്റ്റാന്ന് പറയുമോ, ഭയങ്കര രുചിയായത്. കുറേ മയോണൈസ് ഒഴിച്ചേക്കാം. കുറച്ച് കൂടുതൽ ഒഴിക്കണം കേട്ടോ. കുറേ നല്ല ഞാൻ പറഞ്ഞ്. അത് ഞാൻ ഉണ്ടാക്കിയ മയോണൈസൊന്നുമല്ല, എഗ്ലെസ് ഇവിടെ നമ്മൾ പാക്കറ്റ് വാങ്ങിക്കത്തില്ലേ, അതാണ്. ചോളം ഇങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.